ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എങ്ങനെ ഒരു ഈസി ആയിട്ട് കവർ ലെറ്റർ ഉണ്ടാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇവിടെ ലാപ്ടോപ്പ് ആണ് എടുത്തേക്കുന്നത്. ഇമെയിൽ ഐ ഡിയിലേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ടൂൾ ബാറിൽ സെർച്ച് ചെയ്യാണ്, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം ChatGPT എന്നുള്ളത്. ChatGPT ആണ്. ഇത് AI ടൂളാണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി വർക്ക് ചെയ്യുന്ന ഒരു അടിപൊളി ടൂളാണ്. മൊബൈലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല, മൊബൈലിലും നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ആപ്പിളിലാണെങ്കിലും പ്ലേ സ്റ്റോറിലും അതുപോലെ ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് ChatGPT. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി വളരെ ഈസിയാണ് കേട്ടോ. ഇനി ഇത് ഓപ്പൺ ആക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്താൽ മാത്രം മതി. നമുക്കിത് ആക്സസിബിൾ ആയിട്ട് കിട്ടും. ഇത് കിട്ടിയാൽ തന്നെ പകുതി കാര്യം നമുക്ക് എളുപ്പമാണ്. നമുക്ക് ഏത് ജോബാണ് വേണ്ടതെങ്കിലും അതിലൊക്കെ CV ഉണ്ടാക്കാനായിട്ടും അതുപോലെ കവർ ലെറ്റർ ഉണ്ടാക്കാനായിട്ടും നമുക്ക് ChatGPT ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഉള്ള ആൻസർ ഇവിടെ കിട്ടും. അപ്പോൾ അത് ചോദിച്ചു നോക്കുക, അതിൻ്റെ അടുത്ത് ചോദിക്കുക ഗിവ് മീ സം ക്വസ്റ്റ്യൻ ആൻസർ ഫോർ ടീച്ചേഴ്സ് ജോബ് റിലേറ്റഡ് എന്നുള്ളത് കൊടുക്കുക. ഇൻ്റർവ്യൂ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആൻസർ, പെഡഗോജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്താലും ഇവിടെ ആൻസർ കിട്ടും കേട്ടോ. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമുക്ക് കവർ ലെറ്റർ അല്ലേ വേണ്ടത്. അപ്പം ഞാനിവിടെ ടൈപ്പ് ചെയ്തു സയൻസ് ടീച്ചർ അല്ലേ, കവർ ലെറ്റർ എന്നുള്ളത് ടൈപ്പ് ചെയ്തപ്പോൾ ഇതേപോലെ 1 മിനിറ്റിൽ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ റെഡിയാക്കുമ്പോഴത്തെ പ്രത്യേകത, ഏറ്റവും നല്ല ഇംഗ്ലീഷ് വേർഡ്സ് ഉപയോഗിച്ചിട്ടും വൊക്കാബുലറീസ് ഉപയോഗിച്ച് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെയാണ് നമ്മുടെ ഈ ലെറ്റർ റെഡി ആയിട്ടുള്ളത്. നമുക്ക് ഇവിടം തൊട്ട് മതി കേട്ടോ. ഡിയറിന് തുടങ്ങിയിരിക്കുന്ന അവിടം തൊട്ട് മതി. അവിടെ ഹയറിംഗ് മാനേജേഴ്സ് നെയിം എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് അറിയില്ലെങ്കിൽ സർ ഓർ മാഡം എന്ന് ചേർക്കാം. താഴെ നോക്കുമ്പോഴേക്കും നമുക്ക് കാണാം ഐ എം റൈറ്റിംഗ് ടു എക്സ്പ്രസ് മൈ ഇൻട്രസ്റ്റ് ഇൻ ദ സയൻസ് ടീച്ചിങ് പൊസിഷൻ അറ്റ് അവരുടെ സ്കൂളിൻ്റെ പേര് എഴുതുക. പിന്നെ ഈ താഴെയായിട്ട് നോക്കുമ്പോൾ ഐ ആം എ ഡാഷ് ഡിഗ്രി എന്ന് എഴുതിയിട്ട് ഉള്ളിടത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിത്ത് എ മേജർ ഇൻ, അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളതിന് പകരം സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, അങ്ങനെ നമ്മുടെ സ്വന്തമായിട്ടുള്ളത് എല്ലാ ഡീറ്റെയിൽസും വയ്ക്കുക. ഇത്രയും വലിയൊരു ലെറ്റർ വേണ്ടെങ്കിൽ കട്ട് ഷോട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രം മതി. 1 മിനിറ്റിനുള്ളിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി കവർ ലെറ്റർ നമുക്ക് കിട്ടും. ഇത് തന്നെ നമ്മളെ ജോബിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്രമാത്രം സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഗൂഗിളിൽ പോയിട്ട് മെയിലിൽ പേസ്റ്റ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു. ഇത് മൊബൈലിൽ കൂടി ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇത്രയും മാത്രം ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ അല്ലെങ്കിൽ പേരൻസിൻ്റെയോ ഒക്കെ വാട്സപ്പിലൊന്ന് പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് എഡിറ്റ് ചെയ്യുക. അത് ഏറ്റവും വലിയ എളുപ്പത്തിലുള്ളൊരു വഴിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇമെയിലിലേക്ക് പിന്നെ പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അടിപൊളിയാണ് ഈ ഒരു സംഭവം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല രസത്തിൽ നമ്മുടെ കവർ ലെറ്റർ അങ്ങനെ 1 മിനിറ്റിനുള്ളിൽ റെഡിയായി കിട്ടും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാം. ഇതിപ്പോൾ സയൻസ് ടീച്ചറിന് മാത്രമൊന്നുമില്ല കണ്ടോ. ഇവിടെ ഞാൻ അടുത്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട്, ഹിന്ദി ടീച്ചർ അടിച്ചു കൊടുത്തു. അപ്പോൾ ഹിന്ദി ടീച്ചറിന് കറക്റ്റായിട്ടുള്ളൊരു കവർ ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി ടീച്ചിങ് ജോബ് അല്ലെങ്കിലും ഏതാണെങ്കിലും ഇവിടെ കിട്ടും. സോ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ടൈപ്പ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ യൂസ്ഫുൾ ആയി എന്നുള്ളത്. ജോലി അന്വേഷിക്കുന്ന മറ്റുള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഇനി വേറെ ആരെങ്കിലും ജോബൊക്കെ നടക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടിപ്സ് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഞാനുണ്ടല്ലോ ഷോർട്സിൽ ഇപ്പോൾ വരുന്ന ടീച്ചിങ് ജോബിൻ്റെ വേക്കൻസീസൊക്കെ ഇടുന്നുണ്ട്. ഞാനിങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. UAE ടീച്ചിങ് ജോബ്സിൻ്റെ ഒക്കെ ഉള്ളതാണ്. പക്ഷേ മറ്റുള്ളവരെ നമുക്ക് അങ്ങനെ ഒത്തിരി പേരെ ആഡ് ചെയ്യാൻ പറ്റില്ല, അഡ്മിൻ വേറൊരാളായതുകൊണ്ട് തന്നെ. സോ എന്താ ചെയ്യുക, ഒത്തിരി കൂട്ടുകാരൊക്കെ വരുമ്പോഴേക്കും നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെ വേക്കൻസീസൊക്കെ ഇടാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടു നോക്കുക. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ ഒരു ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡെയിലി വരുന്ന വേക്കൻസീസ് അതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലിങ്ക്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ആഡ് ചെയ്ത് വെച്ചോളൂ. ഡെയിലി ഞാൻ അതിലേക്ക് പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ, റീസെൻ്റ് ആയിട്ടുള്ള വേക്കൻസീസൊക്കെ. താങ്ക് യു.